ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഒരു പെൺകുട്ടീനെ പെൻസിൽ ഡ്രോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വാട്ടർ കളർ ചെയ്യാനാണ് ഞാൻ ഇന്ന് നോക്കണത്. നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് പ്രാക്ടീസ് വെരി വെൽ. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇനിയുള്ള വീഡിയോസുകളൊക്കെ ഞാൻ വാട്ടർ കളർ ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വർഷം തൊട്ട് ഒരു ഒരു പടി മുന്നോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ ചവിട്ടി കയറി എന്നാണ് വിചാരിച്ചാൽ മതി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണമല്ലോ. അപ്പോൾ ഈ വർഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങളിലേക്ക് സക്സസ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. വേറൊന്നുമില്ല, ഡിജിറ്റൽ ഡ്രോയിങ്, ഡിജിറ്റൽ 2D 3D റീൽസുകൾ, അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഒരു വേർഡ് എടുക്കുന്നത് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാൻ എന്നുള്ള വേർഡാണ്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്ന ചില ശരികൾ അല്ലെങ്കിൽ എൻ്റേതായ ഒരു ഐഡിയ അങ്ങനെയൊക്കെ പറയാം. എനിക്ക് തോന്നിയേക്കുന്നത് 2 തരം പ്ലാൻസാണ് നമ്മുടെ ഈ ലോകത്ത് ഉള്ളത്. ഒന്ന്, നമ്മളുണ്ടാക്കുന്ന ഓരോ പ്ലാൻസുകൾ, മനുഷ്യരുണ്ടാക്കുന്ന ഓരോ പ്ലാൻസ്. രണ്ടാമത്തെ പ്ലാൻ നമ്മുടെ ഗോഡ് ഉണ്ടാക്കുന്ന പ്ലാൻ, ദൈവം ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ. ആ പ്ലാന് കൂടിയേ നടക്കുള്ളൂ. പക്ഷേ അത് വേറൊരു ഇതാണ്. ഇതായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ സൈഡിലുള്ള നോക്കിയാൽ മതി. നമ്മളായിട്ടുണ്ടാക്കുന്ന പ്ലാനുകൾ, അത് ഇംപ്ലിമെൻറ്റിങ്, അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നി പ്ലാനിൽ വളരെ ഡയറക്റ്റായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന 2 വാക്കുകളുണ്ട്. എനിക്ക് ഒന്ന്, ഐഡിയ. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എയിം, അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുകൂടാതെ അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റും ചെയ്യാൻ പറ്റണം. ഇംപ്ലിമെൻറ്റിങ്ങും ഐഡിയ ആണ് എനിക്ക് തോന്നുന്നത് പ്ലാനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷ, ഇതൊക്കെ ഉള്ളവർക്കാണ് പ്ലാനിങ്ങിനോട് താല്പര്യം ഉണ്ടാവുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഈ വർഷം എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ട് വലിയ ലാഭമൊന്നും ഇല്ലാത്ത നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആണ് ഈ പ്ലാനിങ് എന്നുള്ള ഒരു വേർഡ് കുറച്ചും കൂടി സൂട്ടായിട്ട് വരിക. നമ്മൾ ജയിക്കുക ഇല്ലെങ്കിൽ തോക്കുക, ഇല്ലെങ്കിൽ അഥവാ നമ്മൾ ഫണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റാകുക, ഇല്ലെങ്കിൽ ഒരു ആവറേജ് ലൈഫോ, ഇല്ലെങ്കിൽ തീരെ കടത്തിൽ നിൽക്കുന്നവരോ, എല്ലാവരുടെ ഉള്ളിലും ഒരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ പിടിച്ച് കയറി വരാനുള്ള ഒരു പ്ലാനായിരിക്കാം, ഇല്ലെങ്കിൽ കൺസിസ്റ്റൻസി, ഒരു ഫ്ലോ കിട്ടാനുള്ളൊരു പ്ലാനായിരിക്കാം. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനത്തെ ആ ഒരു വാക്ക് ശരിക്കും ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ അത് ചിലർ മാത്രമേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ മീനിങ് കണ്ടെത്തണുള്ളൂ. കുറേ പേർ അത് അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല എന്ന് എനിക്ക് തോന്നണേ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏത് വ്യക്തിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയണത്, നമ്മുടെ ഉള്ളിൽ, നമ്മളെങ്ങനത്തെ ആളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു പ്ലാൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയാനുള്ളത്. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ ആയിരിക്കില്ല ഈ കാണുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ളത്. അത് ഓരോരുത്തരും ഓരോ ഇതുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, അധികം ബഡ്ജറ്റ് കുറഞ്ഞ നമുക്ക് തുടങ്ങിയിടാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം എങ്ങനെ അത്
കുറച്ചും കൂടി നമുക്ക് ഗുണകരമാവോ, അത് എന്തായാലും ഞാൻ പറഞ്ഞ ഈ വർഷം ഒരു പ്ലാനിങ് സെറ്റാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരണം എന്നാണ് പറയണത്, എനിക്ക് പറയാനുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്ലാനിങ് അല്ലെങ്കിൽ ഐഡിയാസ് ക്രിയേഷൻസ് ഇതെല്ലാം വരുന്നത് സിനിമ ഫീൽഡിൽ നിന്നാണ്. സിനിമ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ പ്ലാനുകൾ ഉണ്ടാവുകയും അത് അതേപോലെ പൊട്ടിപ്പോവുകയും ചീറ്റുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അത് വേറൊരു കാരണമുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസർ എന്നുള്ള ഒരു വേർഡ് ഉണ്ട് അവിടെ. അത് അതാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് എനിക്ക് തോന്നിയേക്കണേ. എന്താ പറയുക, ഐഡിയയും ക്രിയേഷനും കൊണ്ടുവന്നാലും പ്ലാനിങ് ചെയ്താലും അത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിന് ഫണ്ടിങ് ഇറക്കാനോ ഒരാൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഇത് എന്താ പറയുക, എന്നെപ്പോലത്തെ ആൾക്കാരുടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു സംരംഭം തുടങ്ങി അത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ഇത് കണക്ട് ചെയ്ത് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കടമൊന്നും വാങ്ങിച്ചു കൂട്ടാതെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ പതുക്കെ തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൽ നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. ഏത് പ്രൊജക്റ്റും വിജയിക്കണമെങ്കിൽ നല്ല ഐഡിയ വേണം, ഐഡിയാസ് വേണം, നല്ല ക്രിയേറ്റിവിറ്റി വേണം. എന്നാലേ നമുക്ക് അതിൽ നിന്ന് പിടിച്ച് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് ആ പ്ലാൻ കറക്റ്റായിട്ട് എല്ലായിടത്തും വർക്കൗട്ട് ആവുള്ളൂ എന്ന് എൻ്റെ ഒരു തോന്നലാണ്. ഇനിയിപ്പോൾ ഒരു പുള്ളി തുടങ്ങണേണ് ഒരു സ്ഥാപനം എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പരിപാടി തുടങ്ങണേണ്. അപ്പോൾ ഞാൻ പറയണത് വെച്ചാൽ ആ ടൈമിൽ തന്നെ ചെറിയൊരു സേവിങ്സ്, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് വരുന്നത്. ഫിനാൻഷ്യലി പ്ലാനിങ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉദാഹരണം പറയാം, വേറെ ആരും വേണ്ട. ഞാൻ പറയണത് വെച്ചാൽ ഞാൻ ഒരു എടുത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പെയിൻറ്റിങ്ങിനും ബ്രഷ് അതേപോലെ ബുക്ക് പിന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് കുറച്ച് ഫണ്ട് മാറ്റി വെക്കുമായിരുന്നു. ഒരു എമൗണ്ട് ചെറിയ 500 രൂപ ചെറിയ എമൗണ്ട് മാറ്റി വെക്കും. അത് ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് മേടിച്ച് അത് അവിടെ കീപ്പ് ചെയ്യും. അപ്പോൾ വെച്ചാൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ ഇത് വർക്ക് ഒരു ക്ഷാമം വരികയില്ല. എന്താ പറയുക, നമുക്ക് പേപ്പറിനാണെങ്കിൽ പേപ്പറും ഉണ്ട്, പിന്നെ അതുപോലെ മെറ്റീരിയൽസ് എല്ലാം സ്റ്റോക്ക്ഡുമാണ്. അതേപോലെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്ലാനിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഏത് ഒരു സംരംഭവും ഉറപ്പായിട്ടും വിജയിക്കുന്ന പറഞ്ഞാൽ അതിന് കൂടാതെ ചില ഐഡിയാസ്, നല്ല ഐഡിയകൾ അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിക്കാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മുടെ ലൈഫിൽ പ്ലാനിങ് എന്നുള്ള വേർഡ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ആരും അങ്ങനെ വിചാരിക്കാത്ത ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുകയാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കുക. നമ്മളെന്താണ് ചെയ്യണമെന്ന് ഒന്ന് എഴുതി നോക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പ്ലാനിങ് ഇല്ലാതെ ഒന്നുമില്ലാതെ വിജയിച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത ആൾക്കാർ മാത്രമേ വിജയിക്കൂ എന്നല്ല പറഞ്ഞത്. പ്ലാൻ ചെയ്യാതെ ഒന്നും ചെയ്യാതെയും വിജയിച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയണത് വെച്ചാൽ നമ്മൾ എന്താ ഒരു സക്സസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു പടി മേലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബുക്കിൽ എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മറിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് അത് ഭയങ്കര അത് പറഞ്ഞേ പറ്റും. അത് കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പണ്ട് എൻ്റെ ഡയറിയിൽ എഴുതിയ നോട്ട്സൊക്കെ ഞാൻ വെറുതെ ചുമ്മാ എടുത്ത് പണ്ട് മറിച്ച് നോക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു ആ ടൈമിലേക്ക് നമ്മൾ ഓടി എത്തണേനെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന കഷ്ടപ്പാടും ആ ബുദ്ധിമുട്ടും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ നമ്മളത് അപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ പ്ലാൻ നമ്മൾ ഭയങ്കര പ്രൗഡായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മുടെ ആ പ്ലാനിൽ ആ ഇതിലൂടെ സഞ്ചരിച്ച്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി ഡെവലപ്പായി പതുക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, ഓരോ സ്റ്റെപ്പ് ഫോർവേഡാണ് വെക്കുന്നത് എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് വരും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുന്നത് നല്ലതായിരിക്കും ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എന്നെനിക്ക് തോന്നണം. നമ്മുടെ ഒരു സാധാരണ ഒരു കണക്ക് ബുക്ക് എന്നുള്ള ഇതിൽ തന്നെ ലൈഫിൻ്റെ ഒരു കണക്ക് ബുക്ക് അതെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ എഴുതി വയ്ക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ എഴുതുന്ന സമയത്ത് നമുക്ക് നമ്മളെക്കുറിച്ച് കുറച്ച് നേരം ആലോചിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം എന്താ ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച പ്ലാനുകളൊന്നും നടക്കണില്ല എന്ന് തന്നെ വിചാരിക്കുക. എൻ്റെ ഒരു ഏറ്റവും നല്ല സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് നമ്മൾ ആ കാര്യം ഓർക്കാതിരിക്കുക. നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രഷർ വരും, നമ്മൾ സമയം കളയണമെന്ന്. അങ്ങനെ വന്നു തുടങ്ങിയാൽ നമ്മൾ ഏകദേശം ഒരുപടി സ്റ്റെപ്പ് മുന്നോട്ട് കയറിയെന്നാണ്. അതായത് നമ്മൾ അതിലോട്ട് ഇൻവോൾവ്മെൻറ്റ്, നമ്മുടെ ബോഡി മൈൻഡ് എല്ലാം അതിലേക്ക് വന്നു എന്നാണ് ഞാൻ പറയുന്നത്, ആ പ്ലാനിലേക്ക് വന്നു എന്നാണ് ഞാൻ പറയണത്. ഓക്കെ, നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ അവസാനം വളരെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ 100% ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ കളർ മിക്സിങ് പഠിച്ചിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ ഏകദേശം വൈൻഡപ്പ് ആയിട്ടുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വിട്ട് കളയുക. എൻ്റെ ഫസ്റ്റ് ടൈം വാട്ടർ കളറിങ് ആണ്, ഒരു പെൺകുട്ടീനെ വരച്ചത്. ഓക്കെ, താങ്ക് യു. Thanks for watching the video. എനിക്ക് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് പറയാനുള്ളത്, ഓൾവേസ് ഫോളോ യുവർ പ്ലാൻ. ഓക്കെ, താങ്ക് യു.